എന്താ കഥ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വേഗം പറയാം അനുഭവം കേൾക്കാം ട്ടോ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ കൊല്ലത്ത് നിന്നൊരു വീട്ടമ്മയാണ്. സ്ഥിരമായിട്ട് ഞാൻ ത്രിമധുരത്തിലെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണിത്. ഈ അനുഭവം ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് കണ്ണനോട് പറഞ്ഞിരുന്നു. കണ്ണൻ കാണിച്ച ഒരു അത്ഭുതം എന്നേ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റൂട്ടോ. സാർ 14/4/2026, അതായത് ഏപ്രിൽ 14-ന് എൻ്റെ മകനെ ഞങ്ങളുടെ വീട്ടിലെ പട്ടി കടിച്ചു ട്ടോ. 3 സ്ഥലത്ത് കൈക്ക് മുറിവ് പറ്റി. ആഴത്തിലല്ലെങ്കിലും കുറച്ച് ബ്ലഡ് പോയി. മോൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണ്ട, പട്ടിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന്. അവൻ പോകാൻ മടിച്ചത് അവന് അലോപ്പതി മെഡിസിൻ എല്ലാം അലർജിയാണ്, അത് പേടിച്ചാ പോകണ്ടെന്ന് പറഞ്ഞത്. മോൻ്റെ 2ാമത്തെ വയസ്സിലൊരു പനി വന്നു. മരുന്ന് കഴിച്ചിട്ടും പനി വിട്ടുമാറാതെയായി. അങ്ങനെ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ 20 ദിവസം കിടന്നു. ന്യൂമോണിയ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുള്ള മെഡിസിൻ കൊടുത്തു. ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടും അസുഖം കുറയുന്നില്ല. 20 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഒരു സർജറി വേണ്ടി വരുമെന്ന്. വലിയ കുഴപ്പമില്ല, പേടിക്കണ്ട എന്നാ പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുട്ടി പോയേനെ എന്ന്. അപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചെസ്റ്റ് ട്യൂബ് ഇട്ടു. 20 ദിവസം കഴിഞ്ഞ് സർജറി ചെയ്തു. ഓരോ മെഡിസിൻ മാറ്റി മാറ്റി കൊടുത്തു. ഒരു കുറവും ഉണ്ടായില്ല. 6 മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു. അവസാനം അവന് മെഡിസിൻ്റെ അലർജിയാണെന്ന് കണ്ടെത്തി. അന്നു മുതൽ എനിക്ക് പേടിയാണ് മോന് അലോപ്പതി മെഡിസിൻ കൊടുക്കാൻ. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ പനിയോ ചുമയോ വന്നാൽ ആയുർവേദം കൊടുക്കും. പിന്നെ മക്കളെ ചേർത്ത് പിടിച്ച് ധന്വന്തരി മന്ത്രം ഉരുവിടും. അത് ഞാൻ പറയുന്നത് പോലെയാണോ ഉരുവിടണ്ടേ എന്നറിയില്ല. എന്നാൽ അത് ചൊല്ലിക്കഴിയുമ്പോൾ ഭഗവാൻ കാത്തുരക്ഷിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് സാർ. ഇപ്പോഴത്തെ എൻ്റെ അനുഭവം പറയട്ടെ സാർ. മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നും TT എടുത്തു. പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി റാബിസ് വാക്സിൻ എടുക്കാൻ പറഞ്ഞു. എനിക്ക് പേടി തോന്നി. ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ത്രിമധുരത്തിലെ ഓരോ അനുഭവങ്ങളും എനിക്ക് ധൈര്യം തന്നു. ഭഗവാൻ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അത്ഭുതം കാട്ടാൻ ഭഗവാന് മാത്രമേ കഴിയൂ. സാർ, ഒരുപാട് വിഷമങ്ങളുള്ള അമ്മയാണ് ഞാൻ. എനിക്ക് വിഷമങ്ങൾ തോന്നുന്ന സമയത്ത് ഞാൻ ത്രിമധുരത്തിലെ ഓരോ അനുഭവങ്ങൾ കേൾക്കും. അപ്പോൾ മനസ്സിന് ധൈര്യം കിട്ടും, ഭഗവാൻ കൂടെയുണ്ട് എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ എൻ്റെ അനുഭവം. 2.5 വയസ്സിലെ അലോപ്പതി മെഡിസിൻ നിർത്തിവെച്ച എൻ്റെ മോന് ഇന്ന് 24 വയസ്സായി. എൻ്റെ വീട്ടിൽ ആർക്കും ഞാൻ അലോപ്പതി മെഡിസിൻ കഴിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ഭയമാണ് സാർ. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ മോന് ടെസ്റ്റ് ഡോസ് എടുത്തു. അപ്പോൾ ചെറുതായി തടിച്ചു വന്നു. മെഡിസിൻ അലർജി ആണെന്ന് ഡോക്ടറോട് മോൻ പറഞ്ഞു. ചെറിയ അലർജി ഉണ്ടെങ്കിൽ പോലും പുറത്തുനിന്നാണ് സാധാരണ മെഡിസിൻ വാങ്ങി കുത്തിവയ്പ്പ് എടുക്കാറ്. അപ്പം മോന് എല്ലാം അലർജി ഉള്ളപ്പോൾ പുറത്തുനിന്ന് എടുത്താലും എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് ഞാൻ ഭയന്നു ട്ടോ. ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ മോനോട് പറഞ്ഞു കുഴപ്പമില്ല, അലർജി വന്നാൽ എടുക്കാനുള്ള മരുന്നൊക്കെ ഇവിടെ ഉണ്ട്, നീ പേടിക്കണ്ട എന്ന്. മോൻ പുറത്തുനിന്ന് മെഡിസിൻ എടുക്കാമെന്ന് ഡോക്ടർ ധൈര്യം കൊടുത്തു ട്ടോ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് 3 മണിക്കൂർ അവിടെ ഇരുന്നു. ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞു. എൻ്റെ മോനൊരു കുഴപ്പവും വരാതെ ഭഗവാൻ കാത്തുരക്ഷിച്ചു. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഒന്നുകൂടെയുണ്ട്. അത് 12/5-നാണ്. ത്രിമധുരത്തിലൂടെ എത്രയോ പേരുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റാനും എല്ലാവർക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഭഗവാനെ വിശ്വസിക്കാൻ ഓരോരുത്തരുടെയും അനുഭവം സാറ് പറയുമ്പോൾ ഭഗവാനെ അടുത്തറിയാൻ ഇതിലും വലുത് വേറെ ഒന്നില്ല. എല്ലാം ഭഗവാന്റെ നിയോഗം. സാർ, ഇതൊന്ന് വായിക്കണേ. കത്ത് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. സാറ് ചുരുക്കി വായിച്ചാൽ മതി. എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യുന്നു. എന്താ കഥ? ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. മരുന്നിൻ്റെ അലർജി, പിന്നെ നായ കടിച്ചാൽ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ, അത് നിർബന്ധമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ധന്വന്തരി മന്ത്രം ചെല്ലുമ്പോൾ തെറ്റിപ്പോവാറുണ്ടോ എന്ന്. തെറ്റൊന്നും സാരമില്ല കേട്ടോ. എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നല്ലല്ലോ ചെല്ലുന്നത്. ചിലർ വിമർശിക്കുന്നത് കാണാം, ആ കുട്ടി ചെല്ലിയത് തെറ്റാണ്, അങ്ങനെ ചെല്ലാൻ പാടില്ല എന്നൊക്കെ. നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ പലതും. എല്ലാവർക്കും ഒരേമാതിരി സംസ്കൃതവും കാര്യങ്ങളും ഒന്നും ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ ഭഗവാൻ അറിയാം. നിങ്ങൾ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ എത്ര കണ്ട് ഉള്ളതാണ്, എത്ര കണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ ഭഗവാൻ അറിയാം. എങ്ങനെയുള്ള ആളുകളാണ് ചെല്ലുന്നത്. അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്കിലും ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട് നമ്മളിതൊക്കെ ചെല്ലാനൊക്കെ ശ്രമിക്കൂലേ. അങ്ങനെ ചൊല്ലി 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 ചൊല്ലിയാണ് നമ്മൾ പഠിച്ചു വരിക. ആദ്യം തന്നെ ഒരു കാറ് കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമില്ല. ചെയ്ത് 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 അങ്ങനെ 4 പാടും ചിലപ്പം ചിലർ കുറ്റമൊക്കെ പറയും, ഇവനെങ്ങനെ വണ്ടി ഓടിക്കുന്നത്, ഇവനൊക്കെ അറിഞ്ഞിട്ട് ചെയ്താൽ പോലെ.
കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക. അതേമാതിരി നിങ്ങൾ സംസ്കൃതമൊന്നും പൂർണ്ണമായിട്ടും അറിയണമെന്നില്ല. നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഭഗവാന് വേണ്ടിയല്ലേ, ഭഗവാൻ നോക്കി കണ്ണിറുക്കി ചിരിക്കും. ആ, ഞാൻ കാണുന്നുണ്ട് ഇതെല്ലാം. നിങ്ങൾ ചൊല്ലിക്കോ, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചൊല്ലുന്നത്, ഞാനിതൊക്കെ സ്വീകരിച്ചോളാം. അപ്പോൾ അതേമാതിരി നമ്മളറിയുന്ന മാതിരിയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഗുരുവൊക്കെ ഉണ്ടെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ സമയമുണ്ടെങ്കിൽ നമുക്ക് തെറ്റുകളൊക്കെ തിരുത്താമല്ലോ. അങ്ങനെ ശ്രമിക്കാം. നാരായണീയം ഗ്രൂപ്പുകളുണ്ട്, ഭഗവത്ഗീത ഗ്രൂപ്പുകളുണ്ട്. അപ്പം നല്ല നല്ല ഗുരുക്കന്മാർ ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഉപദേശം അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉച്ചപൂജാലങ്കാരത്തിനായിട്ട് മാത്രം ഒരു ലിമിറ്റഡ് ടൈമിലൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലും ജോയിൻ ചെയ്യാം, മെയിൻ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. പിന്നെ പിന്നെന്താ മറന്നുപോയി. അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.